ഇന്നത്തെ റെസിപ്പി റാഗിപ്പൊടി ഉപയോഗിച്ചിട്ട് നല്ല സോഫ്റ്റ് വട്ടയപ്പം തയ്യാറാക്കുന്നതാണ്. നല്ല ഹെൽത്തിയായ ഒരു വിഭവമാണ്. നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടി ഇവിടെ 1 കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പിന് 1 കപ്പ് റാഗിപ്പൊടി ഈ ബൗളിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുക്കുന്നു. പിന്നീട് ആ കപ്പിന് 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കട്ടകളില്ലാതെ. ഇതുപോലെ കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുത്ത് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ വെള്ളവും ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ബൗളിലേക്ക് ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ ചോറും 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. 3 ഏലക്കേൻ്റെ തൊലി കളഞ്ഞിട്ട് കുരു ഇട്ട് കൊടുത്തു. പൊങ്ങുന്നതിന് വേണ്ടി സോഡാപ്പൊടിയും ഇട്ട് ഞാൻ നന്നായി മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തു. അങ്ങനെ അടിച്ചെടുത്ത മാവാണിത്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനൊരു 8 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ബേക്കിംഗ് സോഡയല്ല എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ഇത് 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാവ് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് സ്റ്റൗവിൽ തിളയ്ക്കുന്നതിന് വേണ്ടി വെക്കുന്നുണ്ട്. ഈ ഒരു പാത്രത്തിലാണ് ഞാൻ വട്ടയപ്പം ചുട്ടെടുക്കുന്നത്. എണ്ണ നന്നായി പുരട്ടി കൊടുക്കുന്നുണ്ട്. സൈഡിലൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്പം വേഗം കിട്ടും. അപ്പം മാവ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ മുഴുവൻ മാവും ഒഴിച്ചു കൊടുത്തു. നമുക്കൊന്ന് തട്ടി കൊടുക്കാം. പാത്രം എയറൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട്. നമ്മുടെ വെള്ളം തിളച്ച് ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്നുണ്ട്. ഞാനൊരു 3 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ഒന്ന് തുറന്നിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിട്ട് മേതിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയോ നമുക്ക് ഇഷ്ടമുള്ളത് മേതിട്ട് കൊടുക്കുക. ഞാനൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുത്താണ്. ഇപ്പോൾ കാണാനൊരു ഭംഗിയില്ലേ? ഇനി നമുക്ക് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റും കൂടി ഇനി വേവിച്ചെടുക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്നപ്പം നമ്മുടെ വട്ടയപ്പം നമുക്കിനി പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. തണഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു പ്ലേറ്റിലോട്ട് സൈഡൊക്കെ വിട്ട് പോന്നിട്ടുണ്ട്. നമ്മൾ എണ്ണ പുരട്ടിയത് കൊണ്ട് ഇങ്ങനെ ഉണ്ട്. നല്ലോണം വെന്തിട്ടൊക്കെ ഉണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട്. കഴിക്കാൻ നല്ല രുചിയുണ്ട്. നല്ല ഹെൽത്തിയായ ഒരു വിഭവമാണ്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഇതാ കട്ട് ചെയ്തപ്പോൾ ഇത് അങ്ങനെ ഉണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട്.